ഹായ് ഹലോ, എൻ്റെ പേര് ജിജിന. ഞാൻ പുതിയൊരു യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ ചാനലിൻ്റെ പേരാണ് ജിജീസ് യൂട്യൂബ് ചാനൽ. ഇതിലൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരാൻ പോകുന്നത് എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നും എന്താണ് മാനിഫെസ്റ്റേഷൻ എന്നും ആ രണ്ട് വഴിയിലൂടെ നമുക്ക് എങ്ങനെ ഡ്രീം ലൈഫ് സ്വന്തമാക്കാം എന്നുള്ളതിനെ കുറിച്ചും ഒരുപാട് മോട്ടിവേഷൻ ആയിട്ടുള്ള പല വീഡിയോസും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ പുതിയ ചാനൽ എല്ലാവരും കാണണം, വീഡിയോസ് കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് കടന്നാലോ. അപ്പം എന്താണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ, അതുപോലെ തന്നെ എന്താണ് ഈ മാനിഫെസ്റ്റേഷൻ എന്നത് ഒരുപാട് ആളുകൾക്ക് അറിയാമായിരിക്കും, എന്നാൽ അറിയാത്തവരും ചിലപ്പോൾ ഉണ്ടായിരിക്കും. അപ്പം ഞാൻ പറയാം എന്താണെന്നുള്ളത്. ലോ ഓഫ് അട്രാക്ഷൻ എന്നത് നാം എന്താണ് നിരന്തരം ചിന്തിക്കുന്നത് നാം അതായി മാറുന്നു. നിരന്തരമായി ചിന്തിക്കുകയും നിരന്തരമായി ആലോചിക്കുകയും നമ്മൾ ഉദ്ദേശം വയ്ക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ അത് നമ്മിലേക്ക് തന്നെ അട്രാക്റ്റ് ചെയ്യുന്നു. ഇതാണ് മാനിഫെസ്റ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഡ്രീം ലൈഫിന് വേണ്ടി നമ്മൾ എന്തെല്ലാം ചിന്തിക്കുന്നു, അതിനുവേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നടപ്പിലാക്കുന്നു, അത് നമ്മിലേക്ക് തന്നെ വന്നു ചേരുക തന്നെ ചെയ്യും. അപ്പം നമുക്ക് ഇതിനെ കുറിച്ചുള്ള പല പല കാര്യങ്ങളും പല പല വീഡിയോസുകളും നമുക്ക് ഉൾപ്പെടുത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നീങ്ങാം. ഏതൊരാൾക്കും നമുക്ക് വിജയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും അല്ലേ? അപ്പോൾ ബിസിനസ് രംഗത്ത് വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും, അതുപോലെ കരിയർ രംഗത്ത് വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും, അതുപോലെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും, പിന്നെ ഹെൽത്ത് വൈസ് അല്ലേ, അതുപോലെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമുക്ക് ജീവിതത്തിൽ ശാന്തിയും സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു ഹാപ്പി ആയിട്ടുള്ള അല്ലേ ലൈഫ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാരും തന്നെ ഉണ്ടാവാതിരിക്കില്ല. എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേണം. അപ്പം എങ്ങനെയാണ് നമുക്ക് മാനിഫെസ്റ്റേഷനിലൂടെ ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്? നമ്മളുടെ എനർജി ലെവലാണ് അതിന് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പം എന്താണ് ഇത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് ഞാൻ പറയാം. അപ്പം ചില ആളുകളൊക്കെ ഇപ്പം ഇത്തരം പ്രാക്ടീസുകളിൽ ഓഫ് അട്രാക്ഷൻ കാര്യങ്ങൾ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ ചില ആളുകൾക്ക് ഇത് നടക്കുന്നുണ്ട്, ചില ആളുകൾക്ക് ഇതൊക്കെ ചെയ്തിട്ടും വിജയിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പം ഇതൊക്കെ എന്താണ് ഇതിൻ്റെ കാരണങ്ങളെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ചിലവർക്ക് കിട്ടുന്നു, ചിലവർക്ക് കിട്ടുന്നില്ല. അപ്പം അത് എന്തൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്ന് ഉള്ളത്? നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷനിൽ ഒരുപാട് പ്രോസസ്സുകൾ ചെയ്യാനുണ്ട്. വെറും ഈ പ്രോസസ്സ് അഥവാ ടെക്നിക്സുകൾ മാത്രം നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതത്തെ കൊണ്ടുവരണം എന്നുള്ളത്. ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അലൈൻമെൻറ്റ്. അപ്പം എന്താണ് ഈ അലൈൻമെൻറ്റ്? അലൈൻമെൻറ്റ് എന്നത് നമ്മളുടെ ബോഡിയും നമ്മളുടെ മൈൻഡും നമ്മുടെ സോളും ഒരേപോലെ ആകുന്ന സമയമാണ് നമ്മുടെ അലൈൻമെൻറ്റ്. ഈ അലൈൻമെൻറ്റ് കറക്റ്റ് ആയാൽ മാത്രമാണ് നമുക്ക് ലോ ഓഫ് അട്രാക്ഷനിലൂടെ ചെയ്യുന്ന പ്രോസസ്സുകൾ നമ്മൾ അതിലൂടെ വിജയിച്ചെടുക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഫ്രീക്വൻസി ലെവലും ഹൈ ആക്കണം. ഇപ്പം എന്താണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്? നമ്മുടെ FTBA എന്നുള്ളതാണ് ഫ്രീക്വൻസിയെ നിർണ്ണയിക്കുന്നത്. F പറഞ്ഞാൽ ഫീലിങ്സ് അഥവാ ഇമോഷൻ. നമ്മുടെ ഉള്ളിലുള്ള പോസിറ്റീവ് ഫീലിങ്സ്, പോസിറ്റീവായിട്ടുള്ള ഇമോഷൻ, ശാന്തി, സമാധാനം, സന്തോഷം, സുഖം, ഇങ്ങനെയുള്ള പോസിറ്റീവ് ഇമോഷൻസാണ് നമ്മുടെ ഫ്രീക്വൻസി ഒന്നാമതായിട്ട് അത് നിലനിർത്തുന്നത്. T എന്ന് പറയുന്നത് നമ്മുടെ തോട്ടാണ്. നമ്മുടെ ചിന്തകൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. അതാണ് ടിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. B എന്ന് പറയുന്നത് ബിലീഫാണ്. ബിലീഫ് എന്നാണ് നമ്മുടെ വിശ്വാസം. നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ അതെനിക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ഉറച്ച വിശ്വാസമാണ് നമ്മുടെ ഫ്രീക്വൻസിയെ ഉയർത്തുന്നത്. A എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്ഷനാണ്. ലോ ഓഫ് അട്രാക്ഷനിലെ ആക്ഷൻ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ എല്ലാം ചിന്തിച്ചു നമ്മൾ ആഗ്രഹിച്ചു ഇരുന്നുകൊണ്ട് മാത്രം നമ്മൾക്ക് നേടേണ്ട ഒരു കാര്യമല്ല, നമ്മളിലേക്ക് വരുന്ന ഒരു കാര്യമല്ല ഈ വിജയം എന്ന് പറയുന്നത്. നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കുക തന്നെ ചെയ്യണം.
ഇതെല്ലാം നമ്മൾക്ക് ഉയർന്ന രീതിയിലാവുമ്പോഴാണ് നമ്മുടെ ഫ്രീക്വൻസി കറക്റ്റായി വരുള്ളൂ. അപ്പം നമ്മുടെ അലൈൻമെൻറ്റ് കറക്റ്റ് ആക്കണമെങ്കിൽ നമ്മൾ മൈൻഡ് ബോഡി സോള് ഒരുപോലെ ആവണമെന്ന് പറഞ്ഞു. അപ്പം എന്താണ് മൈൻഡ്, എന്താണ് നമ്മുടെ ബോഡി, എന്താണ് നമ്മുടെ സോൾ, ഇതൊക്കെ എങ്ങനെ അലൈൻഡ് ആയി മാറണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിശദമായിട്ടുള്ള വീഡിയോസ് ഞാൻ അടുത്ത എൻ്റെ വീഡിയോസിൽ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ അതുവരേക്കും എൻ്റെ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു ഓൾ.